ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. എയർപോർട്ടിലെ ലോഞ്ചിലിരിക്കുന്നു. വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത്തവണത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഒപ്പം തേജുവും വരുന്നു. തേജുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റും ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പും ഒക്കെയാണ്. അതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ ചെറിയൊരു പേടിയുണ്ട്. കാരണം തേജുവിൻ്റെ ആദ്യത്തെ യാത്രയാണ്. അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയില്ല ഫ്ലൈറ്റിലൊക്കെ. അപ്പോൾ ആ ഒരു ചെറിയ പേടി, എന്നാലും അതൊക്കെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ യാത്രയ്ക്ക് തീരുമാനിച്ചത്. ഇത്തവണ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു 3-4 മണിക്കൂർ കൊണ്ടെത്താവുന്ന ഏഷ്യയിലെ മനോഹരമായൊരു രാജ്യത്തേക്കാണ്. യെസ് ഫ്രണ്ട്സ്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മനോഹരമായ രാജ്യമായ തായ്ലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വെൽക്കം അഗെയിൻ ടു മൈൽസ് ടു ഗോ ചാനൽ ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് തായ്ലാൻഡ്. ഗേറ്റിനടുത്തുള്ള സ്ക്രീനിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. തായ് എയർവേസിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. തായ്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടായ സുവർണഭൂമി കൊച്ചിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഏകദേശം രാത്രി 11:30-12 മണിയായിട്ടുണ്ട്. തേജു ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല. കാരണം അവൻ ഉറങ്ങുന്ന സമയം ഏകദേശം ഈ സമയത്താണ്, 12 മണിയൊക്കെ ആവും. അതുകൊണ്ട് എയർപോർട്ടിലെ കാഴ്ചയെല്ലാം കണ്ടിട്ട് ആള് വളരെ സന്തോഷവാനായിട്ട് ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ എയറോ ബ്രിഡ്ജ് വഴി ഫ്ലൈറ്റിനകത്തേക്ക് കയറി. ചെറിയൊരു ഉറക്കം കിട്ടി. ഇപ്പം ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. ഫ്ലൈറ്റ് സുവർണഭൂമി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് തേജു അല്പം കരഞ്ഞു. വേറൊന്നുമല്ല, ഈ പ്രഷർ വേരിയേഷൻ കൊണ്ട് ചെവിവേദന ഉണ്ടാവുമല്ലോ, അതും അവന് അനുഭവപ്പെട്ടിരിക്കാം. എന്തായാലും അവസാനത്തെ ഒരു അരമണിക്കൂർ അല്പം ശോകമയമായിരുന്നു. ഇതാണ് സുവർണഭൂമി എയർപോർട്ട്. തായ്ലൻഡിലാണെങ്കിലും നല്ലൊരു മലയാളിത്തമുള്ള പേര് തന്നെയാണ് ഈ എയർപോർട്ടിന് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റലായ ബാങ്കോക്കിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇമിഗ്രേഷൻ ഫോർമാലിറ്റികളെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. നാം ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല. 2024 മുതലാണെന്ന് തോന്നുന്നു തായ്ലൻഡിന്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാർക്കടക്കം കുറേ രാജ്യങ്ങൾക്ക് ഇപ്പോൾ തായ്ലൻഡിലേക്ക് വിസ ഫ്രീ എൻട്രിയാണ്. തായ്ലൻഡിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പ്രിൻസ് ആണ് ഈ യാത്രയ്ക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയത്. പ്രിൻസ് അവിടെ ഒരു ടൂറിസം കമ്പനിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. സാധാരണ എൻ്റെ ട്രിപ്പിന് ഞാൻ തന്നെയാണ് എല്ലാ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത്. ഇത്തവണ തേജു ഉള്ളതുകൊണ്ട് അധികം ഹെഡേക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ച് പ്രിൻസിനെ ഏൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് അവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് പുറത്തിറങ്ങി. പ്രിൻസ് അറേഞ്ച് ചെയ്ത ഒരു ടാക്സിയിൽ കയറി ഞങ്ങളിപ്പോൾ പട്ടായയ്ക്ക് പോവുകയാണ്. ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പട്ടായയ്ക്ക്. ഇങ്ങനെ പോകുമ്പോൾ ഈ ബാങ്കോക്കിനും പട്ടായയ്ക്കും ഇടയിലായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒരു ചെറിയ സൂ ആണ്. ടൈഗർ ടോപ്പിയ എന്നാണ് അതിൻ്റെ പേര്. സൂ മാത്രമല്ല, നമുക്ക് കടുവയുടെയൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനെ മറ്റു കാഴ്ചകളെല്ലാം കാണാനുമുള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങുന്നത് ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രിൻസ് നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യൂവിലൊന്നും ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ മുന്നോട്ട് നടന്നു. വളരെ മനോഹരമായിട്ടാണ് ഈ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നല്ല കളർഫുള്ളാണ്. അതുപോലെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരവേൽക്കുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം കണ്ട്
ചെല്ലുമ്പോൾ നമ്മൾക്ക് ഒരു ഇലക്ട്രിക് ബഗ്ഗി വണ്ടിയിൽ കയറി വേണം ഈ കടുവകളുടെ അല്ലെങ്കിൽ മുതലകളുടെ, ആനകളുടെ ഇവരുടെയൊക്കെ മ്യൂസിയം ഉള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ ബഗ്ഗി വണ്ടിയിൽ കയറി വേണം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിൽ ഇറങ്ങിയിട്ട് ബാങ്കോക്കിൽ വന്നു. ആദ്യത്തെ കാഴ്ച ഈ ടൈഗർ ടോപ്പിയയിലെ കാഴ്ചകളൊക്കെ എങ്ങനെ കാണുകയാണ്. ഇവിടെയുള്ള ഇൻസ്ട്രക്ടർമാർ നല്ല പരിചയസമ്പന്നരും അതുപോലെ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കാനായിട്ട് നല്ല വൈദഗ്ധ്യമുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾക്കപ്പോഴും ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇത്രയും വലിയൊരു കടുവനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, അതിൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരെത്ര പരിചയസമ്പന്നരാണെങ്കിലും നമ്മൾക്ക്, പ്രത്യേകിച്ചും തേജുമായിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി തോന്നി. കടുവകൾക്ക് ഇങ്ങനെ കുഞ്ഞു കടുവകൾക്ക് തീറ്റ കൊടുക്കാനും അവയെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് കൂടെ തരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല. ശ്രീരാച്ച പ്രവിശ്യയിലെ ഈ മ്യൂസിയത്തിന്റെ പേര് ടൈഗർ ടോപ്പിയ എന്നാണെങ്കിലും കടുവകൾക്ക് പുറമെ ഇവിടെ മറ്റു മൃഗങ്ങളുടെ പരിപാലനവുമുണ്ട്. നിങ്ങളൊരു ആനപ്രേമിയാണെങ്കിൽ, ആനകളുടെ വംശപരിണാമത്തിന്റെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എലിഫന്റ് മ്യൂസിയം ഉണ്ട്. അതുപോലെ മുതലകൾക്ക് പ്രത്യേകിച്ച് നിരവധി മുതലകളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് തീറ്റ കൊടുക്കാനും അവരെ കാണാനുമുള്ള അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട്. ടൈഗർ ടോപ്പിയിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടൽ സിട്രസ് പാലസ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ആദ്യത്തെ 2 ദിവസം റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. പട്ടായ സിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. വളരെ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല എല്ലാ സൗകര്യങ്ങളുണ്ട്. മികച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നാളെ കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ ഇനി പോകുന്നത് ഇവിടെയുള്ള ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാനും അതുപോലെ തന്നെ പട്ടായ നഗരത്തിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അതെല്ലാം കാണാനാണ് ഇന്ന് ഇറങ്ങുന്നത്. ആദ്യം വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ എത്തിയത്. പട്ടായ നഗരത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യമാണ് ഇവിടെ നിന്ന് കാണുന്നത്. പട്ടായ ബീച്ചിനും ജോംചിൻ ബീച്ചിനും ഇടയിലുള്ള സ്ഥലങ്ങൾ എല്ലാം ഇവിടെ നിന്ന് നമുക്കൊരു വലിയൊരു ക്യാൻവാസ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. 4 മണിക്കൂറുള്ള ഫ്ലൈറ്റ് യാത്രയും പിന്നീട് ബാങ്കോക്കിൽ നിന്നുള്ള കാർ യാത്രയും കൂടി ആയപ്പോൾ തേജു ആകെ കുറച്ച് ക്ഷീണിതനും പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. കാറിലൊക്കെ ഇത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കിയവൻ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആൾ വളരെ ശാന്തനായിട്ടോ. ചിലപ്പോൾ ഇവിടുത്തെ നല്ല ശുദ്ധവായു, നല്ലൊരു അന്തരീക്ഷമാണല്ലോ ഇവിടെ. ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ പരിസരമൊക്കെ ആയപ്പോൾ തന്നെ ആൾ ഉഷാറായി. ആൾക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂര്യയുടെ കയ്യിൽ കിടന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുകയും പിന്നീട് അവിടെയൊക്കെ നടക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയാണ്. പട്ടായ വ്യൂ പോയിന്റിന്റെ സമീപത്തായി ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ബുദ്ധക്ഷേത്രങ്ങളുണ്ട്. വളരെ മനോഹരമാണ് ഈ ക്ഷേത്രങ്ങൾ കാണാനായിട്ട്, പ്രത്യേകിച്ചും അതിൻ്റെ കളർ കോമ്പിനേഷൻസ്. സുവർണഭൂമി എന്നാണ് തായ്ലൻഡിലെ അല്ലെങ്കിൽ ബാങ്കോക്കിലെ എയർപോർട്ട് അറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സുവർണ നിറം നമുക്ക് എവിടെയും കാണാൻ പറ്റും, ഏത് ക്ഷേത്രങ്ങളിലായാലും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയുള്ള ആ ഒരു സ്റ്റൈൽ, അതായത് ക്ഷേത്രങ്ങളുടെ ആ പ്രവർത്തന രീതി. നമ്മളുടെ നാട്ടിലെ അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളൊക്കെ പോലെ ശബ്ദ മലിനീകരണം ഒട്ടും തന്നെ ഇവിടെയില്ല. കാരണം ശരിയാണ്, പാട്ടുകളൊക്കെ വേണം, എങ്കിലും അത് നമുക്ക് ചിലപ്പോൾ അരോചകമായ രീതിയിലാണ് നമ്മളുടെ നാട്ടിലുള്ള പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഈ സൗണ്ട് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ ശാന്തമായ അന്തരീക്ഷം. എന്താണോ നമ്മളൊരു ക്ഷേത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ആ ഒരു ശാന്തതയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. തായ്ലൻഡിലേക്കുള്ളൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു നഗരം തന്നെയാണ് പട്ടായ. പട്ടായ കാണാതെ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഇല്ലല്ലോ. പക്ഷേ ഒരു മിഥ്യാധാരണയും കൂടിയുണ്ട്. തായ്ലൻഡ് എന്ന് പറയുന്നത് സെക്സ് ടൂറിസത്തിലൂടെ വളർന്നു വന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് പട്ടായ നഗരത്തിൽ സെക്സ് ടൂറിസമാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് എന്നുള്ളൊരു ധാരണ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലുണ്ട്. പക്ഷേ കാര്യം അതൊന്നുമല്ല. ഒരു കാലത്ത് വെറുമൊരു മത്സ്യബന്ധന നഗരമായിരുന്ന പട്ടായ പിന്നീട് US സൈനികർക്കുള്ള, അതായത് വിയറ്റ്നാം യുദ്ധകാലത്ത് അവർക്കുള്ള ഒരു ഗവേഷണ വികസന കേന്ദ്രമായിട്ടാണ് വളർന്നത്. പക്ഷേ ഇന്ന് 2020 കണക്കനുസരിച്ചിട്ട് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന 18ാമത്തെ നഗരമായി കഴിഞ്ഞിരിക്കുന്നു പട്ടായ. പട്ടായ
വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ബിഗ് ബുദ്ധ, ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഒരു 2 കിലോമീറ്ററിനപ്പുറം ബിഗ് ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു കാണാനായിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. യെസ് ഫ്രണ്ട്സ്, നമ്മളിനി ബിഗ് ബുദ്ധ സ്റ്റാച്യു കാണാനാണ് പോകുന്നത്. പ്രാറ്റുംനാക് എന്നൊരു കുന്നിന്റെ മുകളിലാണ് ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ഇതുമാത്രമല്ല, വട്ട് ഫ്രൈയ എന്നൊരു ക്ഷേത്രവും കൂടി അവിടെയുണ്ട്. ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ കുന്നിന്റെ മുകളിലേക്കുള്ള പാതയുടെ ഇരുവശങ്ങളിലും റബ്ബർ മാത്രമല്ല, അതിന്റെ രണ്ടറ്റവും ഉരുക്കുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഫെൻസാണ് ആ വഴിയിലുടനീളം കാണുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ആക്സിഡന്റിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക. അതായത് ആ റബ്ബർ റോളുകൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വണ്ടി ഇടിക്കുകയാണെങ്കിൽ. അങ്ങനെ ആ തിരിയുന്നതിന്റെ ഫലമായിട്ട് ആക്സിഡന്റിന്റെ ഇമ്പാക്റ്റ് കുറയും. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇരുവശങ്ങളിലുള്ള സൊവനിയർ ഷോപ്പുകളും കഫേ ഷോപ്പുകളും എല്ലാം കണ്ടു നടക്കുമ്പോൾ ബിഗ് ബുദ്ധ സ്റ്റാച്യുവിന്റെ വിദൂര ദൃശ്യം കാണുന്നുണ്ട്. നമ്മളെ ആദ്യം വരവേൽക്കുന്നത് സ്വർണ്ണ നിറത്തിലുള്ള 2 നാഗങ്ങളുടെ പ്രതിമകളാണ്. 7 തലയുള്ള 2 നാഗങ്ങൾ. ബിഗ് ബുദ്ധ സ്റ്റാച്യു ഇരിക്കുന്ന കുന്നിന്റെ മുകൾ വരെ നീണ്ട പടിക്കെട്ടുകളുണ്ട്. ആ പടിക്കെട്ടുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ നാഗങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിൽ ഒരു അരഞ്ഞാണം പോലെ കെട്ടിയിരിക്കുന്ന ആ 2 നാഗങ്ങൾ ആ പടിക്കെട്ടുകളെ വളരെ മനോഹരമാക്കുന്നുണ്ട്. ഞങ്ങൾ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് നടന്നു. നിരവധി സഞ്ചാരികളാണ് ഈ ഒരു സ്റ്റാച്യു കാണാനായി എത്തുന്നത്. അങ്ങനെ പടികൾ കയറി മുകളിലെത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നാകുന്നത് ആ ബുദ്ധ ഭഗവാന്റെ വലിയ പ്രതിമ തന്നെയാണ്. സുവർണ നിറത്തിലുള്ള വലിയൊരു പ്രതിമ. 18 മീറ്ററാണ് ഈ പ്രതിമയുടെ ഉയരം. ശാന്തസ്വരൂപനായ, എങ്കിലും ഗാംഭീര്യത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരു രൂപം തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സ്വദേശീയരും ബുദ്ധമതം പിന്തുടരുന്നവരും ഇവിടെ ആരാധന നടത്തുന്നുണ്ട്. വഴിപാടുകൾക്കായി നാം ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത് പോലെ ഇവിടെ ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു അമ്പിൽ അത് കുത്തിവെക്കുകയാണ്. കറൻസികൾ അത് കുത്തിവെച്ച് ഒരു ചെടി പോലെയാണ് വെച്ചിരിക്കുന്നത്. അതിനെ ബ്ലെസ്സിങ് ട്രീം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള ബുദ്ധമത സമൂഹത്തിന്റെ ആരാധനയ്ക്കും ധ്യാനത്തിനുമുള്ള ഒരു സ്ഥലം കൂടിയാണ് ബിഗ് ബുദ്ധ പട്ടായ. പട്ടായയുടെ തിരക്കേറിയ ജീവിതം, അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു ശാന്തമായ അല്പനിമിഷങ്ങൾ, അതിനുവേണ്ടിയാണ് എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. കൂടാതെ വിനോദസഞ്ചാരികൾക്ക് തായ്ലൻഡിന്റെ ആത്മീയ പാരമ്പര്യങ്ങളിലേക്ക് ഒരു നേർക്കാഴ്ചയും കൂടി കിട്ടുന്ന ഒരിടമാണ് ബിഗ് ബുദ്ധ. ഷോൺബുരി പ്രവിശ്യയിലെ ഏറ്റവും വലിയ ഈ ബുദ്ധ പ്രതിമ കാണുവാനായിട്ട് പ്രവേശന ഫീസ് ഒന്നുമില്ല. തികച്ചും സൗജന്യമാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഞങ്ങൾ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു നടക്കുകയാണ്. മധ്യഭാഗത്തുള്ള ഏറ്റവും വലിയ ആ ബുദ്ധ പ്രതിമയ്ക്ക് പുറമെ നിരവധി ചെറിയ പ്രതിമകളും ഇവിടെയുണ്ട്. ബുദ്ധ ഭഗവാന്റെ പല ഭാവത്തിലുള്ള പ്രതിമകളാണത്. ആഴ്ചയിലെ ഓരോ ദിവസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവരുടെ വിശ്വാസമനുസരിച്ച് നമ്മൾ ജനിച്ച ദിവസം ഏതാണോ ആ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് കരുതപ്പെടുന്നു. മറ്റൊരിടത്ത് മഹാവിഷ്ണുവിന്റെ അനന്തശയനത്തിന്റെ മാതൃകയിലുള്ള ഒരു ബുദ്ധ വിഗ്രഹം ഞങ്ങൾ കണ്ടു. ഇതാ ബുദ്ധ ഭഗവാന്റെ വേറൊരു ഭാവം. ഇങ്ങനെയൊരു രൂപം നമ്മൾ
ഇതിനു മുമ്പ് ചിത്രങ്ങളിൽ കണ്ടിട്ടില്ല. ശ്രീബുദ്ധ ഭഗവാന്റെ പാദമുദ്രകളുടെ പ്രതീകങ്ങളായി അവ ചില പാറക്കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിഗ് ബുദ്ധ ടെമ്പിളിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി കഴിഞ്ഞു. വൈകുന്നേരമാണെങ്കിലും സഞ്ചാരികളുടെ ഒഴുക്ക് നന്നായുണ്ട്. സഞ്ചാരികൾ മാത്രമല്ല, ഇവിടെ ആരാധനയ്ക്ക് എത്തുന്നവരും കൂടിയാണത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. പട്ടായയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രക്കാഴ്ചകൾ കാണിക്കാനാണോ മിസ്റ്റർ? എവിടെ സിറ്റിയിലെ ആഘോഷരാവുകൾ? അതല്ലേ ഞങ്ങൾക്ക് കാണേണ്ടത് എന്നല്ലേ? വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ പട്ടായ സിറ്റി, അതുപോലെ വാക്കിംഗ് സ്ട്രീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. തായ്ലൻഡിൻ്റെ ആഴമേറിയ ആത്മീയതയുടെയും സമ്പന്നമായ സംസ്കാര പൈതൃകത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ് പട്ടായയിലെ ഈ ബിഗ് ബുദ്ധ ടെമ്പിൾ. അതുകൊണ്ട് പട്ടായ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ബിഗ് ബുദ്ധ ടെമ്പിൾ സന്ദർശിക്കുക. അതൊരു അനുഭവം തന്നെയായിരിക്കും. മറ്റുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ.